സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ആദ്യമായി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ എല്ലാവർക്കും പുതുവർഷാശംസകളും നേരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ന്യൂ ഇയർ മെസ്സേജാണ്. കഴിഞ്ഞ ദിവസം ക്രിസ്മസ് മെസ്സേജ് ആയിരുന്നു. 3 വാക്യങ്ങളാണ് ആധാരമായിട്ടിരിക്കുന്നത്. ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കർത്താവ് ആ വചനം തരുവാനിടയായി തീർന്നു. ആ വചനമാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള ചില വചനങ്ങളും. അത് നിങ്ങൾക്ക് ആ വചനം എഴുതി വെക്കാം. നിങ്ങൾക്ക് തന്നെ അത് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. യെശയ്യാപ്രവചനം 41-ാം അധ്യായം 18-19 വാക്യങ്ങൾ, സങ്കീർത്തനം 1-3 വാക്യവും യെശയ്യാപ്രവചനം 60-13 വാക്യത്തിനും അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 2020 വിഷൻ നമുക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ് 2020 വിഷൻ എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിന്റെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ച് നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയുകയാണ്, അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. ദൈവത്തിന്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില പ്രവാചകന്മാർ. നല്ല പ്രവാചകന്മാരില്ല എന്നുള്ളതല്ല, ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ഒരുപാട് പ്രവചിക്കാറുമുണ്ട്. അവർ പ്രവചിക്കുന്നത് പ്രൈസ് ദി ലോർഡ് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലും തിരുവചനത്തിന്റെ ലൈനിലും നിന്നുകൊണ്ടല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവിക വചനത്തിന്റെ വെളിപ്പാടുകളെ, അനേക വെളിപ്പാടുകളെ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പലതും പരിശോധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വിടുതലുണ്ടായിട്ടുള്ളത് കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കാൻ പോകുന്നത് യെശയ്യാപ്രവചനം 41-18-19. യെശയ്യാപ്രവചനം 60-13. സങ്കീർത്തനങ്ങൾ 1-3. താങ്ക് യു. ഇന്ന് ഇപ്പോൾ നമ്മളിവിടെ വായിച്ച വേദഭാഗങ്ങൾ സുപരിചിതങ്ങളാണ്. നിങ്ങളെല്ലാവരും അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അനേക ദൈവദാസന്മാരാൽ പ്രസംഗിക്കപ്പെട്ടിട്ടുള്ളതുമായ വചനമാണ്. സങ്കീർത്തനത്തിനകത്ത് വായിച്ചത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അത് വായിപ്പിച്ചത് ഒരു മരത്തെ ഒരു മനുഷ്യനോട് സാദൃശ്യപ്പെടുത്തിയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ ചെറിയ തെളിവിന് വേണ്ടി മാത്രമാണ് ആ ഭാഗം വായിച്ചത്. ആ രീതിയിലേ അത് കാണാവൂ. അല്ലാതെ ഞാൻ മനുഷ്യനെ വേറെ രീതിയിലുള്ള കാര്യങ്ങൾ ആ സങ്കീർത്തനങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയും അല്ല പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകം ഓർത്ത് വേണം. നമ്മൾ ഇതിനകത്തിൽ ഇപ്പോൾ വായിച്ച 2 വേദഭാഗങ്ങളിൽ യെശയ്യാപ്രവചനം 41-ലും 60-ലും ചില വൃക്ഷങ്ങളെ കുറിച്ച് നിങ്ങൾ കാണുന്നുണ്ട്.
അതിനകത്തിൽ 41-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ 7 വൃക്ഷങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 4 തരത്തിലുള്ള വെള്ളങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 തരത്തിലുള്ള സ്ഥലങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കർത്താവ് എനിക്ക് തന്നിട്ടുള്ള ഈ വർഷത്തേക്കുള്ള മെസ്സേജ്. ഈ വർഷത്തിൽ നിങ്ങളും ഞാനും അനുഭവിക്കേണ്ടതായ ഒരുപാട് നന്മകൾ ഇതിനകത്തിലുണ്ട്. അതാണ് നിങ്ങളെ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ പുറത്തുനിന്ന് ഇതിനകത്തുനിന്ന് ഒരു ഇന്റർപ്രിട്ടേഷൻ തരത്തില്ല. ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളൂ. ഈ ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് നിങ്ങൾ ഇപ്രകാരം അത് ഞാൻ പാഴ്മലകളിൽ നദികളെ തുറക്കും. എന്താണ് പാഴ്മല? നമ്മുടെ ജീവിതത്തിന്റെ പാഴം ശൂന്യവുമായി കിടക്കുന്ന അനേകം മലകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആർക്കും ചെന്ന് എത്തിക്കൂടാത്ത ചില ഏരിയകളിൽ കർത്താവ് പറയാണ്, ഞാൻ അവിടെ നദികൾ തുറക്കുന്ന വർഷമാണ് 2015. പ്രൈസ് ദി ലോർഡ്. ആർക്കും ചെന്ന് എത്തിക്കൂടാത്ത ചില ഏരിയ നമ്മുടെ ജീവിതത്തിൽ, ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണത്തില്ലായിരിക്കും, എന്നെ കേൾക്കുന്ന ചിലരുടെ ഈ ഹൃദയത്തിൽ, ചിലരുടെ വിഷയത്തിൽ ആർക്കും ചെന്ന് എത്തിക്കൂടാത്ത. കഴിഞ്ഞ ദിവസവും ഒരാൾ എന്നോട് പറഞ്ഞു, ദേവദാസനെ പ്രാർത്ഥിക്കണമേ. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആർക്കും ചെന്നെത്താൻ പറ്റാത്ത ഒരു സ്ഥലം, അവിടെ നിന്നാണ് ഒരു വിടുതൽ കിട്ടേണ്ടത്. ഞാൻ പറഞ്ഞു, അവിടെ ചെന്നെത്താൻ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന്, ആർക്കും ചെന്നെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം അദ്ദേഹം തന്നെ എന്നോട് പറയാനിടയായി തീർന്നു. അബ്രഹാമിന്റെ ഭാര്യയായ സാറായെ അബീമലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവിടെ ആർക്കും ചെന്നെത്താൻ പറ്റത്തില്ല. ആർക്കേ ചെന്നെത്താൻ പറ്റുള്ളൂ? കർത്താവിന് മാത്രമേ ചെന്നെത്താൻ പറ്റത്തുള്ളൂ. അബ്രഹാമിന്റെ ഭാര്യയായ സാറായെ ഫറോ പിടിച്ചുകൊണ്ട് പോയി. അവിടെയും ആർക്കും ചെന്നെത്താൻ പറ്റത്തില്ല. ഉയർന്ന പ്രശ്നമാണ്. അവിടെ നദി പുറപ്പെട്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. അത് യഹോവയായ ദൈവം അവിടെ ചെന്ന് പ്രവർത്തിച്ചു. ദൈവമക്കളെ, അതുപോലെ ഭയാനകമായ, ഭയങ്കരമായ, ഭീമമായ വലിയ പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, അവിടെ ഞാൻ നദികളെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വെള്ളങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം, തിരുവചനത്തിനകത്ത് ഇവിടെ നമ്മൾ വായിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഞാൻ അവിടെ ആരംഭിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് മെസ്സേജ് നിങ്ങളിലേക്ക് വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പറയുന്നത് കർത്താവ്, ഞാൻ താഴ്വരകളുടെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, ഉറവുകളെ തുറക്കും. എന്താണ് താഴ്വര? താഴ്വര എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പ്രവാചക ശിഷ്യന്മാര് മരം വെട്ടുന്നതിന് വേണ്ടി യോർദാന്റെ കാട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഒരുവന്റെ മഴു ഊരി വെള്ളത്തിൽ വീണതും, അത് അവിടെ ചെന്ന് എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് പ്രവാചകൻ അവിടെ ഒരു കമ്പ് വെട്ടി പ്രവാചകനോട് പറയും, അവിടെ എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ചുള്ളിക്കമ്പ് വെട്ടി അവിടേക്ക് ഇടുകയും ആ മഴു പൊങ്ങി വരുന്നതായും നിങ്ങൾ തിരുവചനത്തിനകത്ത് പ്രസംഗം കേട്ടിട്ടുണ്ട്. വചനത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ആഴമേറിയ ചില വിഷയങ്ങളിന്മേൽ ഈ വർഷം കർത്താവ് അവിടെ ഫൗണ്ടൻ തുറക്കാൻ പോവുകയാണ്. എങ്ങനെ ആ മഴു, പ്രൈസ് ദി ലോർഡ്, വെയിറ്റ് ഇല്ലാത്തതായി ഉയർന്നു വന്നോ, നിന്റെ വിഷയങ്ങളെ ഫൗണ്ടൻ കൂടി പൊക്കിയെടുത്ത് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്ന വർഷമാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം ഇതാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ മരുഭൂമിയെ പൊയ്കയാക്കി മാറ്റും. Praise the Lord. Desert place-നെ he is going to make full of waters എന്നാണ് കർത്താവിന്റെ വചനത്തിനകത്ത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. തിരുവചനത്തിനകത്ത് നമ്മൾ വായിക്കുന്നത് അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ലിറ്ററലി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തില് മരുഭൂമി പോലെയുള്ള ഏരിയ, പ്രൈസ് ദി ലോർഡ്, വാട്ടർ ദ ഏരിയ, അവിടെ കർത്താവ് പൂൾ ഓഫ് വാട്ടേഴ്സ് ആക്കാൻ പോവുകയാണ്, നീർപ്പൊയ്കയാക്കാൻ പോവുകയാണ്. സ്വത്രം. ഹല്ലേലൂയ. ആ ജീവിതങ്ങളെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ജീവിതമാണോ അവിടെ മരുഭൂമി പോലെ ഉള്ളിടത്തെ നീർപ്പൊയ്കയാക്കി മാറ്റുന്ന ഒരു വർഷമാണ് ഈ 2015.
പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഓരോ വർഷവും പ്രൈസ് ദി ലോർഡ് മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ 2008 മുതലാണ് ന്യൂ ഇയർ മെസ്സേജ്. അതിന് മുമ്പ് വരെ ന്യൂ ഇയർ മെസ്സേജ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഏതുണ്ടെങ്കിൽ 2008 മുതലാണ് റെക്കോർഡിങ് തുടങ്ങിയത്. 2008 മുതൽ ഉള്ള ന്യൂ ഇയർ മെസ്സേജുകളിലെല്ലാം കർത്താവ് പ്രൈസ് ദി ലോർഡ് ഞാൻ എന്തെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ, എന്തെല്ലാം അവിടെ ആ ന്യൂ ഇയർ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടോ, അത് എല്ലാം എല്ലാവരുടെയും ജീവിതത്തിൽ നടന്നതായി, അത് കേട്ട് വിശ്വസിച്ചവരുടെ മേൽ അത് സംഭവിച്ചതായി എനിക്ക് നല്ലതുപോലെ അറിയാം. ആർക്ക് സംഭവിച്ചില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 2013 ഞാൻ 2012 പറഞ്ഞു, 2013 പ്രൊമോഷൻ ഒരു വലിയ പ്രൊമോഷൻ ഉണ്ടാകാൻ പോകുന്നത്. 2013 അനേകർക്ക് പ്രൊമോഷൻ ഉണ്ടായി. 2014 ഹല്ലേലൂയ സ്തോത്രം വിളിച്ചു പറയാനിടയായി. സ്തോത്രം. ഒരു ഹാർവെസ്റ്റിന്റെ സീസൺ ആരംഭിക്കുകയാണെന്ന്. അത് എൻ്റെ ജീവിതത്തിൽ ഹാർവെസ്റ്റ് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് എന്നെ ഡാളസിൽ നിന്ന് ഒക്ലോമയിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചു. ഇവിടെ നല്ല ഹാർവെസ്റ്റ്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞാൻ ഡാളസിൽ ചെയ്തതിൽ ഉപരിയായി കർത്താവ് എനിക്ക് പ്രവർത്തിപ്പാനും സുശേഷീകരിക്കാനും എല്ലാത്തിനും അവസരങ്ങളെ തന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അനുഗ്രഹം. അതുമാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളടുത്തും അവരെ മിക്കവാറും കടന്നു വരികയും അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നതും വളരെ വലിയൊരു ഹാർവെസ്റ്റാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അനേകരുടെ ജീവിതത്തിൽ ഈ ഹാർവെസ്റ്റ് നടന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അടുത്ത വർഷം, ഈ വർഷം 2015 നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതുമായ ചില വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതാണ് പരിശുദ്ധം. വരണ്ട നിലത്തെ നീരുറവകളും ആക്കും. വരണ്ട നിലം നോക്കിയേ, ചിലരുടെ ജീവിതത്തിൽ വരണ്ട കിടക്കുന്ന ചില നിലങ്ങൾ. ഒരു പ്രയോജനവുമില്ലാത്ത ചില ജീവിതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇന്നേ നാഴിക പ്രൈസലോട് കർത്താവിന് വേണ്ടി ശോഭിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടി ശോഭിക്കാനോ ആർക്കും പ്രയോജനമില്ലാതെ വരണ്ട് കിടക്കുന്ന ചില ജീവിതങ്ങളെ കർത്താവ് പറയാണ്, അവിടെ ഞാൻ നീരുറവകളെ തുറക്കാൻ പോവുകയാണ്. പ്രൈസലോട് സ്തോത്രം. അവിടെ നീരുറവകളെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. ഈ 4 ഏരിയ നമ്മൾ കണ്ടു. 1 ഞാൻ പാഴ്മല, 2 താഴ്വീതി, 3 മരുഭൂമി, 4 വരണ്ട നിലം. ഇവിടെ എല്ലാം എന്തൊക്കെയാണ് ചെയ്യുന്നത്? നദികളെ തുറക്കുന്നു, ഉറവുകളെ തുറക്കുന്നു, നീർപ്പൊയ്കളെ തുറക്കുന്നു, നീർപ്പൊയ്കളെ ഉണ്ടാക്കുന്നു, ഉറവകളെയും ആക്കുന്നു കർത്താവ്. ഇതിനുശേഷം കർത്താവ് പറയുകയാണ്, ഞാന് മരങ്ങൾ പ്രൈസലോട്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രൈസലോട് ഇങ്ങനെയാണ് എഴുതിക്കുന്നത്, ഞാൻ മരുഭൂമിയിൽ ദേവദാരു, കതിരമരം, കൊഴുന്ത, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ കൃഷി ആരംഭിച്ചത് തന്നെ തിരുവചനം പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കാരണം കർത്താവാണ് എന്നെ കൃഷി ചെയ്യാൻ പഠിപ്പിച്ചത്. അങ്ങനെയാണ് ഈ കൃഷിയെക്കുറിച്ച് കൂടുതലായി കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഓരോ വിഷയത്തെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് ദൈവരാജ്യം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും കൃഷിയിൽ നിന്നാണ്. ഓരോ ദിവസവും കൃഷിയുടെ വിഷയത്തിൽ ഞാൻ ചിന്തിക്കുമ്പോഴും അപ്പോഴൊക്കെ ഈ കർത്താവ് വളരെ ആഴമേറിയ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുന്നു. ഇവിടെ പറയുകയാണ്, ഞാൻ നടണം എന്നുണ്ടെങ്കിൽ എന്താണ്? വേറെവിടെയോ കിളുത്തതിനെയാണ് കൊണ്ടുവന്ന് നടുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, കതിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. അവിടെ 4 തരത്തിലുള്ള വൃക്ഷങ്ങൾ കർത്താവ് നടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ എവിടെയോ നിന്നതിനെ പിഴുതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ടോ കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിലേക്ക് നടാൻ പോകുന്നു. നിന്റെ കുടുംബങ്ങളിലേക്ക് നടാൻ പോകുന്നു. നിങ്ങളുടെ സഭകളിലേക്ക് നടാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല കർത്താവ് ചെയ്യാൻ പോകുന്നത്, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷം, പൈൻ മരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. എന്താണ് വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അരിയിട്ട് വെച്ച് പിടിപ്പിക്കും.
പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുളച്ചു വരത്തക്ക രീതിയിൽ അതിന് തക്കതായ സീഡ് ഇടും. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ പുതിയ ഹല്ലേലൂയ ചില മരങ്ങൾ മുളച്ചു വരാൻ പോവുകയാണ്. നിന്റെ സഭയിൽ ചില പുതിയ മരങ്ങൾ മുളച്ചു വരാൻ പോവുകയാണ്. എന്താണ് മരങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ സങ്കീർത്തനത്തിനകത്ത് നമ്മൾ വായിച്ചു. മരങ്ങളെ കാണിക്കുന്നത് അവൻ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മനുഷ്യർ, ചില ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ മുളച്ചു വരാൻ പോവുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില പൈതങ്ങൾ പിറക്കാൻ പോകുന്നു, ചിലതിനെ കാലിന് കൊണ്ടുവന്ന് നടാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ഒന്നിൽ വിവാഹസ്ഥരായി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രൈസ് ദി ലോർഡ്. അല്ലെന്നുണ്ടെങ്കിൽ സഭയിലേക്ക് കടന്നു വരുന്നത് പ്രൈസ് ദി ലോർഡ് ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. സഭയിൽ ചിലത് മുളച്ചു വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ വിശ്വസിക്കണം. ഈ വർഷം കർത്താവ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെയാണ് നിങ്ങളോട് സംസാരിച്ചത്. 4 തരത്തിലുള്ള മരങ്ങളെ കർത്താവ് കൊണ്ടുവന്ന് നടാൻ പോകുന്നു. 3 തരത്തിലുള്ള വൃക്ഷങ്ങളെ കർത്താവിടെ മുളപ്പിച്ച് വെച്ച് പിടിപ്പിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടു നിങ്ങൾ. എന്തൊക്കെയാണ് ഈ മരങ്ങളുടെ പ്രത്യേകത? ഏതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ വെച്ച് പിടിപ്പിക്കുന്ന മരത്തിൻ്റെതും കൊണ്ടുവന്ന് നടന്ന മരത്തിൻ്റെയും പ്രത്യേകതകളെ കുറിച്ചാണ് അടുത്തതായി പറയാൻ പോകുന്നത്. സ്തോത്രം. ഇവിടെ 7 തരത്തിലുള്ള മരങ്ങളെ നിങ്ങൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. 4 തരത്തിലുള്ള മരങ്ങൾ കർത്താവ് കൊണ്ടുവന്ന് നടും. 2 പ്രൈസ് ദി ലോർഡ് 3 തരത്തിലുള്ള വൃക്ഷങ്ങളെ മുളപ്പിച്ച് അല്ലെന്നുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് നിന്റെ ഭവനത്തിൽ ചിലത് മുളച്ചു വരാൻ പോകുന്നു. നിന്റെ സഭയിൽ ചിലത് മുളച്ചു വരാൻ പോകുന്നു. ചിലത് കർത്താവ് കൊണ്ടുവന്ന് നടാൻ പോകുന്നു. വിശ്വസിച്ചാൽ കർത്താവിന്റെ മഹത്വം കാണാൻ സാധിക്കും. മുമ്പേ വായിച്ചതുപോലെ, മുമ്പേ പറഞ്ഞതുപോലെ, പ്രവാചകന്മാരെ യഹോശാഫാത്ത് വിളിച്ചു പറഞ്ഞതുപോലെ പ്രൈസ് ദി ലോർഡ് യഹോവയിൽ വിശ്വസിപ്പീൻ, അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള ഏറിയ കണ്ടു. അതുപോലെ തന്നെ 4 തരത്തിലുള്ള മരങ്ങളെ കൊണ്ട് നടുന്നത് കണ്ടു. 3 തരത്തിലുള്ളത് കിളിർത്തു വരുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്ലെന്നുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കുന്നത് നിങ്ങൾ കാണുവാനിടയായി. ഇനി ആ മരങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചുകൂടെ പറഞ്ഞാൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് പരിപൂർണമായി തീരും. പ്രൈസ് ദി ലോർഡ്. 1ാമത്തെ മരം പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചത് ദേവദാരു എന്ന മരമാണ്. ദേവദാരു എന്ന് പറയുന്ന മരം പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന് വളരെ ഞാൻ നമ്മുടെ നാട്ടിൽ ഈ 7 മരത്തിൻ്റെയും പ്രത്യേകത, ഒരു കോമൺ പ്രത്യേകതയുണ്ട്. എവർഗ്രീൻ മരങ്ങളാണ്. ഒരിക്കലും അത് പ്രൈസ് ദി ലോർഡ് ഇല വാടുകയോ, മുമ്പ് സങ്കീർത്തനത്തിൽ വായിച്ച ഇല വാടാതെയും ഇരിക്കുന്നത് പറഞ്ഞതുപോലെ സ്തോത്രം, അത് എല്ലായ്പ്പോഴും തളിർത്ത് നിൽക്കുന്ന മരങ്ങളാണ്. ഇവിടെ കേരളത്തിൽ നിന്ന് അല്ലെ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് കേരളത്തിലായിരിക്കുന്ന നമുക്ക് എപ്പോഴും എവർ ഗ്രീൻ ആണ്. എപ്പോൾ നോക്കിയാലും ഗ്രീൻ 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 ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഒരു ബൊട്ടാണിക് ഗാർഡനിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആ ബൊട്ടാണിക് ഗാർഡനകത്ത് കംപ്ലീറ്റ് എന്താണ് കവേർഡാണ്. അതിനകത്ത് കയറി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേർക്കാൻ തുടങ്ങി ഈ തണുപ്പത്ത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ എല്ലാം ഗ്രീനാണ്, അവിടെ ഉണങ്ങിയതില്ല. അതേസമയം വെളിയിലോട്ടിറങ്ങിയാൽ മുഴുവൻ ഉണങ്ങിയതാണ് കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ നമുക്ക് മുഴുവൻ ഗ്രീനായിട്ടിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഒരു പ്രത്യേക ക്ലൈമറ്റ് നമുക്ക് വേണ്ടി മാത്രം ദൈവം തന്നിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ മിക്കവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് വേറൊരു വിഷയം, അവിടേക്കല്ല കിടക്കുന്നത്. നോക്കിക്കോണം, അവിടെ ഈ ഉണങ്ങി മരങ്ങളൊന്നും കാണാനായിട്ടില്ല. അത് ഉണങ്ങിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരമേ ഉണങ്ങിപ്പോയി എന്നാണ് അതിന് വിശ്വസിക്കേണ്ടത്. ഇവിടെ വന്നപ്പോൾ മഞ്ഞുകാലം വന്നപ്പോൾ മുഴുവൻ ഉണങ്ങി നിൽക്കുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോൾ യാതൊരു ഇതെന്താ ഈ ഉണങ്ങി നിൽക്കുന്നത്, ഇതെല്ലാം വെട്ടിക്കളയാൻ സമയമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്പ്രിങ് വന്നപ്പോൾ ഇതെല്ലാം ഇത് കിളിർത്തു വരുന്നു, യാതൊരു കുഴപ്പവുമില്ല, അത് നല്ല മരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ പുല്ലെല്ലാം ഉണങ്ങി കൊട്ടയടിച്ച് നിൽക്കുന്നു തണുപ്പ് വന്നപ്പോൾ. എന്നാൽ വേനൽക്കാലത്ത് ഇത്ര ഉണങ്ങത്തുമില്ല താനും. പ്രൈസ് ദി ലോർഡ്.
മഞ്ഞുകാലത്തും തണുപ്പ് കാലത്തുമാണ് ഏറ്റവും കൂടുതൽ തീ പിടിക്കുന്നത്. പ്രേക്ഷകരോട് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പോലെ തോന്നിയത്. കാരണം ഇതിൽ ഉണങ്ങി വരണ്ട് നിൽക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. തണുപ്പ് വരുമ്പോൾ ഈ ഇലയെല്ലാം വാടി ഉണങ്ങി പോകുന്നു. എന്നാൽ എവർ ഗ്രീനായിട്ട് നിൽക്കുന്ന 7 മരങ്ങളെയാണ് നമ്മളിവിടെ കണ്ടത്. ഈ മരങ്ങളുടെ കോമൺ ആയിട്ടുള്ള പ്രത്യേകത. ഒന്നാമത്തെ മരം സീഡർ ട്രീ അല്ലെന്നുണ്ടെങ്കിൽ ദേവദാരു. നിങ്ങൾ ഇതറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിനകത്ത് എന്നിട്ട് ഈ സീഡർ ട്രീ അല്ലെന്നുണ്ടെങ്കിൽ ദേവദാരു എന്ന മരം എന്തിനു വേണ്ടിയൊക്കെ തിരുവചനത്തിൽ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ നോക്കണം. സംഖ്യാപുസ്തകത്തിനകത്ത് 19-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിനകത്ത് പിന്നെ പുരോഹിതൻ ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ എന്നിവ എടുത്ത് പശുക്കിടാവിനെ ചുടുന്ന തീയുടെ നടുവിൽ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം വളർത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാംസം വേഗം ഉടനെ ഉണ്ടാകുന്ന മണമല്ല പിന്നെ ഉണ്ടാകുന്നത്, പിന്നെന്താണ് സുഗന്ധം വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം സുഗന്ധ ധൂപമായി പോകത്തക്ക രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ മരം. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മരമാണ് ദേവദാരു. പ്രൈസ് ദി ലോർഡ്. അടുത്ത മരം കതിരമരമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കതിരമരത്തിന്റെ പ്രത്യേകത ഞാൻ മുമ്പേ പറഞ്ഞു, അതും ഗ്രീൻ ട്രീ ആണ്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അത് എപ്പോഴും ഗ്രീൻ ആണ്. ഞാൻ എത്യോപ്യ ചെന്നപ്പോഴാണ് ഈ കതിരമരം കാണാനിടയായത്. ഞങ്ങൾ എത്യോപ്യ ചെന്ന് അവിടെ ഡെസേർട്ടാണ്, ഒരുപാട് ഏറിയ അവിടെ ആ മരുഭൂമിയുള്ള സ്ഥലത്തൂടെ പോയതിനെ ഇങ്ങനെ കൊട പോലെ റോഡിന്റെ 2 സൈഡിലും മരങ്ങൾ കൊട പോലെ നിൽക്കുകയാണ്. ആ മരത്തിന്റെ തണലിൽ ഞങ്ങൾ ഇറങ്ങി വിശ്രമിക്കാനും അതിന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഇടയായി തീർന്നു. ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം എല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കുന്നില്ല, അല്പ കാര്യം മാത്രമേ വായിക്കുന്നുള്ളൂ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, കതിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. കതിരമരം കൊണ്ട് അതിന് 13-ാമത്തെ വാക്യം, കതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. 23-ാമത്തെ വാക്യം, കതിരമരം കൊണ്ട് ഒരു മേശ ഉണ്ടാക്കണം. 28-ാമത്തെ തണ്ടുകൾ കതിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. എന്താണ് പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. കതിരമരമാണ് കർത്താവിന്റെ ശുശ്രൂഷയിൽ അകത്ത് എല്ലാം പ്രധാന ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കതിരമരം കൊണ്ടാണ്. ഒന്ന് സുഗന്ധവർഗമായി മാറുന്ന മരം, 2 കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മരം കതിരമരം. പ്രൈസ് ദി ലോർഡ്. 3 കൊഴുന്ത് എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നോക്കിയാൽ കൊഴുന്ത് കൂടാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കൊണ്ടുവരുന്നതായും, പിന്നെ അതുപോലെ തന്നെ സഖറിയ പ്രവചനത്തിനകത്തേക്ക് ചെന്നാൽ 1-ാം അധ്യായത്തിലെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഈ കൊഴുന്തിനെ കുറിച്ച് നിങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ഒരു വാക്യം മാത്രം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതിന്റെ സഖറിയ പ്രവചനം 1-ാമത്തെ വാക്യം, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയുടെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്ന് അവന്റെ പിന്നാലെ ചുവപ്പും കരാൽ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. കൊഴുന്തുകളുടെ ഇടയിലാണ് കർത്താവ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് നിന്ന് പറയുവാനും ഉപയോഗിക്കുവാനും കർത്താവ് മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊഴുന്ത് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനിൽ മറഞ്ഞുകൊണ്ട് കർത്താവ് ഇപ്പോൾ ഓരോ ദൈവദാസന്മാരും കൂടെയും നമ്മളിൽ കൂടെയും കർത്താവ് മറഞ്ഞിരുന്നുകൊണ്ട് നമ്മളിൽ വസിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കാണിക്കുന്ന ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കൊഴുന്ത് എന്തിനു വേണ്ടിയുള്ളതാണ്? കർത്താവിന് മറഞ്ഞിരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. 1 ദേവദാരു കണ്ടു, 2 കതിരമരം കണ്ടു, 3 കൊഴുന്ത് കണ്ടു. 4-ാമത്തെ മരമാണ് ഒലിവ് വൃക്ഷം. ഒലിവ് വൃക്ഷം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്?
നമുക്കറിയാം ഒലിവെണ്ണ, ഒലിവ് കായ, ഇതെല്ലാം നമുക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ അതിനുപരിയായി ഒലിവ് വൃക്ഷം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ 1 രാജാക്കന്മാരിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ശലോമോൻ ആലയം പണിയുമ്പോൾ ശലോമോൻ ചെയ്തത് അതിന്റെ 6-ാം അധ്യായത്തിൽ 23-24 വാക്യത്തിൽ അന്തർമന്ദിരത്തിൽ അവൻ ഒരു മരം കൊണ്ട് 10 മുഴം ഉയരമുള്ളത് തണ്ടുകളും കെരൂബുകളും ഉണ്ടാക്കി. കെരൂബുകളെ കൃപാസനത്തിന് മുകളിൽ ഉണ്ടാക്കി വെക്കുന്നതായി നമ്മൾ കാണാൻ സാധിക്കും. 2 കെരൂബുകളുടെയും ചിറക് ഒരു ചിറക് മറ്റേ ചിറകിനോട് വന്നു ചേരുന്നത് അതിന് 8 മുഴം 10 മുഴം നീളമുള്ളതായി നമ്മൾ കാണാനായിട്ട് സാധിക്കും. 5 മുഴം വീതം 10 മുഴം ഉള്ളതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനത്തെ മൂടുന്ന കെരൂബിനെ ഉണ്ടാക്കുന്നത് ഖദിരമരം കൊണ്ടാണ്. അതിനുശേഷം 31-ാമത്തെ വാക്യം അവൻ അന്തർമന്ദിരത്തിന് വാതിലിന് ഒലിവ് വൃക്ഷം കൊണ്ട് കതവുണ്ടാക്കി. കുറുമ്പടി കട്ടിളക്കാലും ചുവരിന്റെ 5-ൽ 2 അപ്പോ കട്ടിളപ്പടിയും കുറുമ്പടിയും കതകം ഉണ്ടാക്കി അന്തർമന്ദിരത്തിൽ അകത്തെ മന്ദിരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒലിവ് വൃക്ഷം കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടു 4 മരങ്ങളെ കൊണ്ട് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്, കൊണ്ടുവന്ന് നടാൻ പോവുകയാണ്. ആ മരത്തിന്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 4 ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ചില വ്യക്തി ജീവിതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഈ വർഷം സംഭവിക്കും. അത് ഈ വർഷം നടക്കുന്നതിനാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ ചിലത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നുവോ? നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ സഭയിൽ അത് ആവശ്യമായിരിക്കുന്നുവോ? അത് നിങ്ങൾ തീരുമാനിക്കണം. എന്നിട്ട് വിശ്വസിച്ചിട്ട് കർത്താവ് മുമ്പേ പറഞ്ഞതുപോലെ 2020 വിഷൻ ഉണ്ടായിരിക്കണം. പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. എന്നാൽ യു വിൽ പ്രോസ്പർ. അത് മാത്രമല്ല യഹോവയായ ദൈവത്തിൽ, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം. എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ഇന്ന് അനേകർക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തത് എന്താണ്? കർത്താവിലല്ല വിശ്വാസം, അവരുടെ ശക്തിയിലും അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ പണത്തിലുമാണ് അനേകർ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ സൗന്ദര്യത്തിലോ നിന്റെ പണത്തിലോ നിന്റെ പ്രതാപത്തിലോ നിന്റെ വിദ്യാഭ്യാസത്തിലോ അല്ല ഉറച്ചു നിൽക്കേണ്ടത്. നീ ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവിൽ ഉറച്ചു നിൽക്കുകയും അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ കൃതാർത്ഥനാകും എന്ന് പറഞ്ഞാൽ യു വിൽ പ്രോസ്പർ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 4 കർത്താവ് കൊണ്ടുവന്ന് നടും നിന്റെ ജീവിതത്തിൽ. അതിലേത് മരമാണ് നിന്റെ ജീവിതത്തിലേക്ക് വേണ്ടത് അത് ഹല്ലേലൂയ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. എന്റെ ജീവിതത്തിൽ, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, എന്റെ മകന്റെ ജീവിതത്തിൽ ഒരു മരം ആവശ്യമാണ്. ഒരു മരം ഈ ഭവനത്തിൽ വന്നേ പറ്റുകയുള്ളൂ. കർത്താവ് അത് കൊണ്ടുവന്ന് നട്ടാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്കത് ആവശ്യമായിരിക്കുന്നുവെങ്കിൽ, നിന്റെ മകളുടെ ജീവിതത്തിൽ, നിന്റെ മകന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് ആവശ്യമായിരിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുക, ഈ വർഷം ഒരു മരം കർത്താവ് കൊണ്ടുവന്ന് നടുക തന്നെ ചെയ്യും. അടുത്തതാണ് 3 മരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിക്കും എന്ന് പറഞ്ഞാൽ കിളിർപ്പിച്ചെടുക്കും. പ്രൈസ് ദി ലോർഡ്. വെച്ച് പിടിപ്പിക്കുന്നു, സീഡ് നട്ട് പിടിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേത് മരങ്ങളാണ്? ഒന്ന് സരളവൃക്ഷം, പൈൻ മരം, പുന്ന. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ ഇതെല്ലാം വിശുദ്ധ വചനത്തിനകത്ത് ചെന്നിട്ട് റിസർച്ച് ചെയ്യണം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ട്രീസ്? ഈ ട്രീയുടെ എല്ലാം പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ വിശദമായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ മരങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അപ്പോൾ ഇലവാടാത്തതും ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഉള്ളതിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കുകയും അതിനായി അതിൽ കാത്തിരിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സരളവൃക്ഷം. സരളവൃക്ഷം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഗ്രീൻ ട്രീ ആണ്. വളരെ ഷാർപ്പായി ഉയർന്ന, നിങ്ങൾക്കറിയാം ചില ഗാർഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉയർന്ന മരങ്ങൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന കാണാം. ഒരുപാട് മരങ്ങളെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇതുപോലുള്ള മരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് പറഞ്ഞു തരാൻ വേണ്ടി ബുദ്ധിമുട്ട്. എന്നാൽ മറ്റുള്ള ദേശം, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒരുപാട് മരങ്ങൾ ഇത്രയുണ്ട്.
നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ, ഇതെല്ലാം ഇതിനകത്തിൽ പെടുന്ന ഓരോ ട്രീകളാണ്. സ്തോത്രം. അതൊരിക്കലും ഹല്ലേലൂയ സ്തോത്രം വാടുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഉടുപ്പുകൾ അതിൻ്റെ ഗ്രീനിഷ് നഷ്ടപ്പെടുന്നതോ ആയിട്ടുള്ള ട്രീകളല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് വെട്ടിക്കളഞ്ഞെങ്കിൽ മാത്രമേ അത് ഉണങ്ങി പോകത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു കേടും വരാതെ അത് കിളിർത്തു വരുന്ന മരങ്ങളാണ്. സ്തോത്രം. ഇത് ക്രിസ്മസ് ട്രീക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സരളവൃക്ഷം. രണ്ടാമത് പൈൻ വൃക്ഷം. പ്രൈസ് ദി ലോർഡ്. പൈൻ വൃക്ഷം, അതുപോലെ തന്നെ പൈൻ, സരള അല്ലെന്നുണ്ടെങ്കിൽ ബോക്സ് ട്രീ, ഇതിനെ മൂന്നിനെ കുറിച്ചും പ്രൈസ് ദി ലോർഡ് നിങ്ങളറിയാം. പലരുടെയും വീട്ടുപേര് പലരും ഇതിനു വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ പേര് പൈനുമൂട്ടിൽ നിന്നാണ്. വീടിൻ്റെ പേര് പൈൻ സീഡ് നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും. നിങ്ങൾ അറബിക് കടകളിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ കുരു പോലിരിക്കുന്ന അരിയുടെ അല്ലെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസിൻ്റെ സൈസിലുള്ളത് ഇച്ചിരി വലുപ്പമുള്ളതുമായിട്ടുള്ള വിത്താണ്. അത് സീഡാണ്. അത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി ഫ്രൂട്ടാണ്, ഹെൽത്തി സീഡാണ്. പ്രൈസ് ദി ലോർഡ്. കാഷ്യൂനട്ട് പോലെ അല്ലെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിലൊക്കെ പവർഫുൾ ഹെൽത്തി ആയിട്ടുള്ള സീഡാണ് പൈൻ സീഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പൈൻ മരം അതിന് ഒരുപാട് ലോങ് ലൈഫ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവമക്കളെ, ദൈവം ചിലതിനെ മുളപ്പിക്കാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിൽ. അതെന്തിനൊക്കെയാണ്? ഒന്ന് സരളവൃക്ഷം, പൈൻ മരത്തെ കുറിച്ച് പറഞ്ഞു. അടുത്തതാണ് പുന്ന എന്ന് പറയുന്നതിനും ബോക്സ് ട്രീ എന്ന് പറയുന്നു. ഈ ട്രീയും ഹല്ലേലൂയ കർത്താവ് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് വെച്ച് പിടിപ്പിക്കുന്നത്? അതാണ് നമ്മൾ യെശയ്യാപ്രവചനം 60:13 നമ്മൾ വായിച്ചത്. അത് എന്തിനു വേണ്ടിയാണെന്ന് വായിക്കുന്നത് ശ്രദ്ധിച്ച്. എൻ്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി. ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധ സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി. ഹലോ കർത്താവ്. ഈ നിങ്ങൾ നോക്കണം, ഒരു ദൈവാലയം ഉണ്ടെങ്കിലും ഒരു കുടുംബമുണ്ടെങ്കിലും അവിടെ ഭംഗി വരണമെന്നുണ്ടെങ്കിൽ ആര് വരണമെന്നറിയാമോ? കുഞ്ഞ് പിറക്കണം. പലപ്പോഴും കുഞ്ഞുങ്ങളെ പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വഴക്കുണ്ടാക്കും. രണ്ടാമത് അവർ പിന്നെ എല്ലാം വലിച്ചിട്ട് അത് കേടാക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞു വന്ന് എൻ്റെ സെൽഫോണിൻ്റെ ഏതാണ്ടൊക്കെ ചെയ്തു. സെൽഫോണിൽ ആര് വിളിച്ചതും കേൾക്കാൻ വയ്യാതെയായി. ഒടുവിൽ മോനെ കാണിച്ചിട്ട് അവൻ പറഞ്ഞു അവന് എയർപ്ലെയിൻ്റെ ഏതാണ്ട് മൂടിലിട്ടിരിക്കുകയായിരുന്നു. അത് കാരണം ആരുടെ കോള് വരത്തില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ കുഞ്ഞുങ്ങൾ പല കുസൃതികളും പലതും കാണിച്ചെന്നിരിക്കും. കർത്താവ് പറയുന്നത് എന്തിനാണെന്നറിയാമോ? അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഞാൻ അതിൽ കൂടെ പഠിച്ചു, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ കൂടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി ലെബാനോന്റെ മഹത്വവും സരളവൃക്ഷവും പൈനും പുന്നയും ഒരുപോലെ നിന്റെ അടുക്കൽ വരും. ഹലോ, നിന്റെ സഭയിൽ വരും. ഈ വർഷം നിന്റെ കുടുംബത്തിൽ ചിലത് വരും, നട്ടുപിടിപ്പിക്കും. കർത്താവ് പറയുകയാണ് ഈ 2015 നിങ്ങളുടെ കുടുംബപരമായും വ്യക്തിപരമായും സഭാതലത്തിലും ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് ഉയരുവാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും എന്നെനിക്കറിയത്തില്ല. എത്ര പേര് ഇതിനായി കാത്തിരിക്കും എന്നെനിക്കറിയത്തില്ല. 4 തരത്തിലുള്ള ഏറിയ ഞാൻ കാണിച്ചു തന്നു. 1 പ്രൈസ് ദി ലോർഡ്, ഉയർന്ന മലകൾ പോലെയുള്ള വിഷയം. 2 താഴ്വീതി. 3 ഡെസേർട്ട് അല്ലെന്നുണ്ടെങ്കിൽ മരുഭൂമി. 4 വരണ്ട നിലം. ഇവിടെ എല്ലാം കർത്താവ് നദികളെ തുറക്കുന്നു, നീരുറവകളെ ഫൗണ്ടൻ തുറക്കുന്നു, നീർ പൊയ്കയാക്കുന്നു, തടാകങ്ങളെ ആക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീർപ്പൊയ്കളെ തുറക്കുന്നു. ഇതിനെക്കുറിച്ച് കണ്ടു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവിടെ നടാൻ പോകുന്നു. എന്തൊക്കെയാണ്? പ്രൈസ് ദി ലോർഡ്. 4 തരത്തിലുള്ള മരങ്ങളെ കർത്താവ് നടാൻ പോകുന്നു. വരണ്ട നിലത്തെ നീരുറവകളെ തുറക്കുന്നു. കർത്താവ് 4 തരത്തിലുള്ള മരങ്ങളെ നടുന്നു. 1 ദേവദാരു, കതിരമരം, കൊഴുന്ത്, ഒലിവ്.
പ്രൈസിലോട്. ഈ മരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. എല്ലാ മരത്തിന്റെയും പ്രത്യേകതകളെ കുറിച്ച് കുറേശ്ശെയായി പറഞ്ഞു. എല്ലാം വിശദീകരിക്കാനായിട്ട് സമയമില്ല. അതിന്റെ ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അത്ര അത്യാവശ്യമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലർ പറയും, കർത്താവേ, ദൈവത്തെ അറിയുന്ന ചില കുഞ്ഞുങ്ങൾ എന്റെ ഭവനത്തിൽ വരുമാറാകണം, ചിലർ ഹാളിലെ ദൈവത്തെ ആരാധിക്കുന്നവർ വരുമാറാകണം. ഇതാണ് ഇപ്പോ ഈ ദൈവത്തിന്റെ ആത്മാവിൽ കർത്താവ് എനിക്ക് തന്ന ദൂതാണ്. പ്രൈസിലോട് ഇത് ഏറ്റെടുക്കുക. ചില മരങ്ങൾ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് നടാൻ പോവുകയാണ്. ചിലതിനെ മുളപ്പിച്ചെടുക്കാൻ, വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. പ്രൈസിലോട് ദേവദാരു പോലെയുള്ള മരം, കഠിനമരം പോലെയുള്ള മരം, പ്രൈസിലോട് കൊഴുന്തു പോലെയുള്ളത്, ഒലിവ് വൃക്ഷം പോലെയുള്ളത്, ദൈവീക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒഴുകുന്നത്. ചിലതിനെ ഹാലിൽ കർത്താവിന്റെ ആലയ ഭംഗി വരുത്തുന്നതിന്, അവന്റെ പാദസ്ഥലം ഭംഗിയാക്കുന്നതിന് വേണ്ടി 3 തരത്തിലുള്ള വൃക്ഷങ്ങളെ വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഈ നന്മകളാൽ കർത്താവ് നിറയ്ക്കുകയും ഭംഗി വരുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ന്യൂ ഇയറിൽ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.